സെഷൻ രാവിലെയും ഉച്ചകഴിഞ്ഞുമായി നമുക്ക് ലഭിച്ചു. പ്രധാനപ്പെട്ട തീമായി തിരഞ്ഞെടുത്തത് സ്ത്രീകളുടെ ഉത്തരവാദിത്വം. സന്നിഹിതരായിരിക്കുന്ന പ്രിയ വൈദിക ശ്രേഷ്ഠർ, ചുമതലക്കാർ, സഹോദരികൾ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമുണ്ട്. ദീർഘമായ ഒന്നും തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകളുടെ കൂട്ടായ ഉത്തരവാദിത്വം ഒരു തലമുറയെ ദൈവവിഷയമായി സമ്പന്നമാക്കും എന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല. രാവിലെ നാം ശ്രമിച്ച വചനം, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ മോശെ ഒരു കൂട്ടം സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് സംരക്ഷകരായി ദൈവപദ്ധതിക്ക് പങ്കാളിയായി തീർന്നപ്പോൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിൽ എളുപ്പമായി മാറിയതായി നാം കണ്ടു. വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ ഉത്തമരായ അനേകം സ്ത്രീരത്നങ്ങൾ ഉണ്ട്. എന്നാൽ മാതൃകാപരമല്ലാത്ത സ്ത്രീരത്നങ്ങളെയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തിടെ വന്നൊരു വാർത്തയിൽ ഇപ്രകാരം ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശം കണ്ടു. കൊലപാതക കുറ്റത്തിന് വിചാരണയേറ്റി വന്ന ഒരു കുറ്റവാളി വിധിന്യായം പുറപ്പെടുവിക്കുന്ന ജഡ്ജിയോട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ജന്മം തന്ന എന്റെ മാതാവിനെ കൊലപ്പെടുത്തണം. ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറകിൽ എന്തായിരുന്നു ചിന്തകളെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിതനായി വേദനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അരമുറയിട്ട് വരുന്ന സ്ത്രീകളോട് പറഞ്ഞ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരും കരയിച്ചൊരു കാര്യമില്ല. നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ തലമുറയെ ചൊല്ലിയാണ്. എത്ര വലിയൊരു ഉത്തരവാദിത്വം സ്ത്രീക്ക് നൽകി, സ്ത്രീ സമൂഹത്തിന് നൽകി കർത്താവ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുതിയ തലമുറ. എന്നാൽ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നത് എന്താണ്? ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദീർഘവർഷം പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായ കുറേയേറെ അനുഭവങ്ങൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, അമ്മയും അച്ഛനെയും മൊബൈലിനകത്തിലേക്ക് കുത്തിക്കൊല്ലാനായിട്ട് നിൽക്കുന്ന യുവതലമുറ. വഴക്ക് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിപ്പോയി ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുന്ന യുവതലമുറ. അമ്മയും അച്ഛനും നിസ്സാരമായി കണ്ടുകൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെ പോകുന്ന തലമുറ. അമ്മയെ കൊലപ്പെടുത്തുവാൻ, അച്ഛനെ വെട്ടിക്കൊല്ലുവാൻ, കാരുണ്യത്തിന്റെ ലെവലേശം പോലും മനസ്സിലില്ലാതെ നിർദ്ദയമായി പൈശാചികമായി പെരുമാറാൻ കഴിയുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റും ഇന്ന് നിൽക്കുന്നത്. ഉത്തരവാദിത്വം സ്ത്രീകളായ നമ്മിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടിയത് മറന്നുപോകരുത്. ഇവിടെ പ്രിയ മാഡം വളരെ വിശദമായി പറയുകയുണ്ടായി, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ഒരു സ്ത്രീ ആരായിരിക്കണം, സ്ത്രീയെ ദൈവം എന്തിനാണ് ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിൽ തന്റെ പിഞ്ചോമനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഭൂതം ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങിയില്ല. എന്നാൽ ആത്മാർത്ഥമായ കളങ്കമില്ലാത്ത അമ്മയുടെ സ്നേഹത്തിന്റെ മുൻപിൽ
ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം അഗണ്യമായി ചിലവഴിക്കുന്നുവെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. 2 വ്യക്തികളെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. കുടുംബസ്ഥയായി കഴിഞ്ഞ് അവനവന്റെ കുഞ്ഞുങ്ങളും ഭർത്താവും എന്നുള്ള ചിന്തയിൽ സ്വാർത്ഥരായി കഴിയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കുടുംബത്തിൽ നാം എങ്ങനെയായിരിക്കണം? ഇവിടെ പറഞ്ഞു എൽക്കാനയുടെ 2 ഭാര്യമാർ ഹന്ന പെനീന. വേദനിപ്പിക്കുന്നവരെ നോക്കി പരിഭവം പറയുവാനല്ല. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ തള്ളപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ അസൂയയുടെ നോക്കി രംഗം കലുഷിതമാക്കുവാനല്ല ഹന്ന ആഗ്രഹിച്ചത്. അവൾ പോയി, ദേവാലയത്തിൽ പോയി. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകളെ മടക്കി അവളുടെ സങ്കടം ദൈവത്തിൽ പകർന്നു. പ്രിയ ദൈവമക്കളെ, എനിക്ക് പറയാനുള്ളത്, കുടുംബത്തിൽ നിന്നും ചിലപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാത്ത ദുരനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ പകരേണ്ടത് ദൈവസന്നിധിയിലാണ്. ദൈവസന്നിധിയിൽ പകരുമ്പോൾ അവിടെ നിന്ന് ശാശ്വതമായ പരിഹാരത്തിന്റെ ഉത്തരം ലഭിക്കുകയാണ്. പിന്നീട് ഹന്ന വന്നത് പുഞ്ചിരിച്ചുകൊണ്ടൊരു പൈതലുമാണ്. ലഭിച്ച അനുഗ്രഹത്തെ ദൈവസന്നിധിയിൽ നിവേദിക്കുവാനായിട്ട് അന്നെടുത്ത തീരുമാനം മറക്കാത്ത ഹന്ന നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ്. പലപ്പോഴും ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ, വേദനകളുടെ മുമ്പിൽ തീരുമാനങ്ങൾ എടുക്കും. എനിക്കൊരു മകനുണ്ടെങ്കിൽ, എന്റെ പ്രശ്നം പരിഹരിച്ചാൽ ഞാനിത് നിനക്കായി സമർപ്പിക്കും. പലപ്പോഴും നാം നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല. ഹന്നയുടെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് നടത്തുന്നത്. കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തരുത്. പകരം അത് ദൈവസന്നിധി പകരുമ്പോൾ ശാശ്വതമായ പരിഹാരം, നാം ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവോ അതിനുള്ള ശക്തമായ മറുപടിയും ലഭിച്ച അനുഗ്രഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിലൂടെ ഒരു വലിയ പ്രവാചകൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ശമൂവേൽ പ്രവാചകനെ ഹന്നയിൽ കൂടി ലഭിച്ചു. ഹന്നയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. രണ്ടാമത് എസ്തേർ രാജ്ഞിയെ കുറിച്ച് പറയുന്നത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഉത്തമയായ വനിതയാണ്. തന്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ തന്റെ സ്ഥാനം വെറും സ്ഥാനമായി മാറിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത എസ്തേർ രാജ്ഞി ഉണർന്നെഴുന്നേൽക്കുകയാണ്. രാജാവിന്റെ മുൻപിൽ അനുവാദത്തോടെ ചെല്ലാൻ സാധിക്കാത്ത എസ്തേർ രാജ്ഞി പ്രാർത്ഥനയും ഉപവാസവും സംഘടിപ്പിച്ച് രാജാവിന്റെ മനസ്സിന് ദൈവിക ആലോചന കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി സമൂഹത്തിന്റെ ആഗ്രഹവും ആവശ്യവുമായി മുൻപിലെത്തുന്ന എസ്തേർ രാജ്ഞി മൊർദെഖായിയുടെ വാക്ക് അനുസരിക്കുന്നു. പലപ്പോഴും സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമെങ്കിൽ നാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വളരെ അകലെയാണ്. നാം ആയിരിക്കുന്ന കുടുംബത്ത്, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, സൊസൈറ്റിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ പലപ്പോഴും നാം മടി കാണിക്കുമ്പോൾ, ഞാനൊരു പത്ര റിപ്പോർട്ടുമായിട്ടാണ് വന്നത്. നമുക്കെല്ലാം പരിചയമായ ഒരു വലിയ സംഭവമാണ് ഞാൻ നടന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിൽ ധീരയായ ഒരു ബിഷപ്പ് നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ചു. ട്രംപ് 2ാമത് സ്ഥാനമേറ്റ അമേരിക്കൻ പ്രസിഡന്റാണ്. ആദ്യത്തെ നിയമം പുറത്തു വന്നപ്പോൾ വേദനിച്ച ഒരു ബിഷപ്പ് ആരാധനാ മന്ത്രി പറഞ്ഞു, ഡിയർ പ്രസിഡന്റ് ട്രംപ്, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റണം. ഈ തീരുമാനം വരുമ്പോൾ വേദനിക്കുന്ന അനേകരുണ്ട്. ദൈവസ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ് വേദനിച്ച ഒരു ബിഷപ്പിന്റെ ചിത്രം ട്രംപ് അതിനെ പോസിറ്റീവായി എടുത്തു എന്ന് കാണുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
ട്രംപിനോടൊപ്പം നിൽക്കുന്ന ധീരയായ ഒരു വനിതാ ബിഷപ്പ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നാമായി മാറുവാൻ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അത് പറയേണ്ടടുത്ത് പറയുവാൻ ദൈവം നമ്മെ ഒരുക്കുന്നു. ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുരിശിന്റെ ചുവട്ടിൽ കരഞ്ഞു നിൽക്കുന്ന മറിയ, കൃപ ലഭിച്ചവളായി സല്യൂട്ടേഷൻ സ്വീകരിച്ച മറിയ, ദൂതൻ ശക്തിപ്പെടുത്തിയ മറിയ, പക്ഷേ അത്ഭുതമന്ത്രിയും വീരനാഥയും നിത്യപിതാവും സമാധാനപ്രഭുവും ഒക്കെ ആകും എന്ന് വാഗ്ദത്തം ലഭിച്ച മറിയ അടുത്ത നിമിഷത്തിൽ പറഞ്ഞത് ഹൃദയത്തിൽ കൂടി ഒരു മാള് കടക്കും. പ്രിയ സഹോദരങ്ങളെ, അമ്മമാരെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, പ്രശസ്തിയും പ്രതാപവും ഐശ്വര്യവും മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഇതിൽ. നമ്മുടെ അമ്മയായ മറിയയിലേക്ക് നോക്കുക. ഹൃദയത്തിൽ വാൾക്കടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ സ്വീകരിക്കുവാനുള്ള കൃപ ലഭിച്ച മറിയ. നമ്മുടെ ഓരോരുത്തരും ജീവിതം എടുക്കുമ്പോൾ ജീവിതത്തിൽ അസ്വസ്ഥതകൾ, ഒറ്റപ്പെടുത്തലുകൾ, വേർപാടിന്റെ വേദനകൾ, മാറ്റി നിർത്തലുകൾ, മക്കളെ കുറിച്ചുള്ള വേദനകൾ, ഇതെല്ലാം നമ്മെ നമ്മുടെ ഹൃദയത്തിൽ കൂടി കിടക്കുന്ന വാളായി മാറ്റുന്ന അനുഭവത്തിലേക്ക് മാറ്റുന്നുവെങ്കിൽ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ ഈ വേദനകളെയെല്ലാം കാഴ്ചപ്പാടിലാക്കിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് സങ്കടം പകരുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് സ്ത്രീകളായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പറയേണ്ടത് ധൈര്യത്തോടെ പറയുവാൻ, മിണ്ടാതിരിക്കേണ്ടടുത്ത് നിശബ്ദമാകുവാൻ. പറഞ്ഞതുപോലെ രാത്രിയുടെ ഏകാന്തതയിൽ തലമുറയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് ദൈവവിഷയമായി സമ്പന്നമാക്കുന്ന ഒരു തലമുറയെ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മകൻ അന്യ ഭൂഖണ്ഡങ്ങളിൽ പോകണം, യൂറോപ്പിലാണ്, ആഫ്രിക്കയിലാണ്, ഓസ്ട്രേലിയയിലാണ്. ഇതൊക്കെ പറയുന്നതിൽ നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ നമ്മുടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ എനിക്ക് മാതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ തലമുറ ദൈവവിഷയമായി സമ്പന്നമാകണം. നാം ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മുടെ പഴയ തലമുറ വേദപുസ്തകത്തിൽ ജീവിച്ചതുകൊണ്ടാണ്. പഴയ തലമുറ വേദപുസ്തകത്തിൽ ജീവിച്ചതുകൊണ്ട് നാം ഇന്നിവിടെ ആയിരിക്കുന്നു. പുതിയ തലമുറയെ ലൗകിക സമ്പന്നതയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന മാറ്റണം. പൈതങ്ങൾ വേദവിഷയമായി സമ്പന്നമാകുവാൻ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ, ഇങ്ങനെയുള്ള വിമൻസ് ഫെലോഷിപ്പ് കൂട്ടായ്മകൾ, കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തിയ വചനത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതിനാണ്. രാവിലെ മുതൽ നാം കേട്ട സെഷൻസ് എല്ലാം തന്നെ, ഇവിടെ വിളമ്പിയ ഉദാഹരണങ്ങളെല്ലാം തന്നെ നമ്മൾ ആ ഉദാഹരണങ്ങൾ ആരെങ്കിലും ഒക്കെ ആവാം. എന്നാൽ ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ സങ്കടം വരുവാൻ, എസ്തേറിനെ പോലെ മറ്റുള്ളവരെ സമൂഹത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുവാൻ, മറിയമിനെ പോലെ വാൾകടക്കുമ്പോഴും ദൈവ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ, സമർപ്പിതമായ ഒരു ജീവിതം, ഇവിടെ വേദനകളില്ലെന്നല്ല, വേർപാടില്ലെന്നല്ല, തലമുറയെ ദൈവവിഷയമായി സമ്പന്നമാക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മിൽ കൂടെ വന്ന കാര്യങ്ങൾ നൽകുമെന്നുള്ള യാതൊരു സംശയമില്ല. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ നിന്ന് കരയുന്നു. ചോദിച്ചു, നീ ആരെ തിരയുന്നു? കണ്ണുനീരിന്റെ മധ്യത്തിൽ നാം യേശുവിനെ തിരയാവുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയയോട് യേശു ചോദിക്കുന്നുണ്ട്, നീ ആരെ തിരയുന്നു? ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ, വേദനയുടെ കണ്ണീരിന്റെ അനുഭവങ്ങളിലൂടെ, നനയുന്ന കണ്ണിന്റെ ഇടയിലൂടെ നാം ആരെയാണ് തിരയുന്നത്? കർത്താവിനെ
സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലഭിച്ച വചനം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതിന് കൂടുതൽ കലകൾ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആദ്യം ലഭിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പുരുഷ സ്ഥാനത്ത് അത്ര അധ്യക്ഷണീയമല്ലാത്ത എല്ലാ സമ്മേളനത്തിലും ഇതിനാദ്യം വരുന്നത് കോട്ടയം ബ്രാഞ്ചിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ തിരഞ്ഞെടുത്തതിനുള്ള നന്ദി ആദ്യം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ഇന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത് മാന്യമാണ്. ബിസിനസ് പഠിച്ചതാണ്. ഞാനിവിടെ 2 വർഷം ബിസിനസ്സായിട്ട് പഠിപ്പിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ബിസിനസ് ക്ലാസ്സുകളിൽ ഇന്നും ഞങ്ങളുടെ ബിസിനസ് കോളേജിന്റെ സ്വകാര്യ അഭിമാനം എന്ന് വിളിക്കാവുന്ന മുന്നിൽ അന്നും വചന ശുശ്രൂഷയൊക്കെ നടത്തുവാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പല സമയങ്ങളിലും പോകുമെന്ന് പറയുമ്പോൾ അത്ഭുതവും ഒക്കെ ആയിരുന്നു. ആ ബിസിനസ് അതേപോലെ തന്നെ ഇന്ന് കാണുകയും ബിസിനസ് ബിസിനസ് എന്ന് പറയുകയാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ലഭിച്ച ഒരു വലിയ ബന്ധമാണ്, ഒരു സാഹോദര്യ ബന്ധമാണ്. സാന്നിധ്യം അങ്ങനെ കുറേ പേരുണ്ട്, പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഈ വലിയ ഈ മുഹൂർത്തങ്ങളോട് പാലിക്കുവാനായിട്ട് ദൈവം ഉപരിതോട് സ്തോത്രം ചെയ്തു. ഇവിടെ നമുക്ക് ഇന്ന് ഒരു ഡിഗ്രി മെസ്സേജ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്. സിമ്പിൾ ഹംബിൾ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഉള്ളിൽ നിന്നുള്ളതേ വളർന്നു നൽകാൻ കഴിയും. സത്യമാണ്. ഉള്ളിൽ നിന്നുള്ളതേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു നൽകാൻ കഴിയും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ധനവും സമ്പത്തും ഒന്നുമല്ല അവരെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർത്തുക എന്നുള്ളത്. സൽവചനം പറഞ്ഞു ഇതെല്ലാം നമ്മുടെ ഡിഗ്രി മെസ്സേജായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഈ ദിവസം ധന്യമാക്കി അനേകരുണ്ട്. എന്നാൽ ഇന്ന് ഈ ഉച്ചയുടെ സെഷൻ അതിമനോഹരമായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അർത്ഥവത്തായിട്ട് നമുക്ക് നൽകിയ നമുക്കറിയാം. 2 പേരും, ഒരാൾ ബിസിനസ് കോളേജ് വൈസ് പ്രിൻസിപ്പളും മലയാളം ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റും നല്ല വാഗ്മിയും എല്ലാമാണ്. അതോടൊപ്പം തന്നെ സെക്രട്ടറി സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് സേവനമനുസരിച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് ലഭിച്ചു. നന്ദി. ഈ സമയത്ത് വളരെ നമുക്കറിയാം എന്ന് പറയുന്നത് സ്പോർട്ട് കാര്യമല്ല. എന്നാൽ ഈ ഒരു കൺക്ലൂഡിംഗ് സെഷനായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. നമുക്കറിയാം നമ്മുടെ ടീം ക്യാപ്റ്റൻ, ഓക്സിലറി സെക്രട്ടറി, നമ്മുടെ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. പക്ഷേ ആ എത്ര വ്യക്തതയോടും കൃത്യതയോടും കൂടി രൂപരേഖ തയ്യാറാക്കി അത് കൃത്യമായ അളവിൽ അത് കൊണ്ടുപോകണമെന്ന് മനസ്സിൽ രൂപരേഖ തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എനിക്ക് വേണ്ടി കൊടുത്തില്ല. എപ്പോഴും പറയുന്നത് ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു ഉടനെ അടൂരിലേക്ക് പോയി ഇവിടെ വന്നു. ഒരു വൈബ്രന്റ് എനർജിയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അച്ഛനോടുള്ള അതോട് ഒപ്പം തന്നെ നമുക്കറിയാം വൈസ് ക്യാപ്റ്റനായിട്ട് സബരി തോമസാറുണ്ട്. അതേ വൈബ്രന്റ് എനർജിയോടുകൂടി ഓടി നടന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. എപ്പോഴും വിളിച്ചാലും അതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. സബരി തോമസാറിനോടുള്ള ഈ സമയത്ത് രേഖപ്പെടുത്തത് ഭീഷ്മാചാര്യനുണ്ട്. ഈ വിജയ സ്ഥലത്ത് പോയി അറിയാവുന്നവർക്കറിയാം. ഭീഷ്മാചാര്യനാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ ഓരോ നിമിഷങ്ങളെ സന്തോഷമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ജോലിസാർ പറഞ്ഞ കാര്യം ഫോൺ കമ്മിറ്റി പോകുന്ന സമയത്താണ് കവിഞ്ഞാൻ പോയി പോവുകയാണ്. കവിഞ്ഞാൻ പോയി എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. മാതാവിന്റെ സഹോദരികൾ പോയി സമയത്ത് ഈ സമയത്ത് നമ്മുടെ
ആന്റി, പിന്നെ കോട്ടയം ബ്രാഞ്ചിന്റെ ട്രഷറർ തോമസ് സാറുണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ജോസഫ് സാറുണ്ട്. നന്ദി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ രാവിലത്തെ സെഷൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വളരെ അർത്ഥവത്തായിട്ടുള്ള മെസ്സേജ് നമുക്ക് നൽകി. ജോൺസിനെ കുറിച്ച് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയി. വിഷയാവതരണം നടത്തിയ തിരുവനച്ചൻ. പിന്നെ നമുക്ക് ഇന്നത്തെ വലിയൊരു പ്രത്യാശയുടെ ഒരു കിരണമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സൗമ്യാജിക്കും അവരുടെ എല്ലാം ഉള്ള ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ നടത്തിപ്പിനായിട്ട് സാമ്പത്തിക സഹായ പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. അവരോടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ എഞ്ചിനീയർ ടീമാണെങ്കിൽ ശിക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സാറിനോടുള്ള താങ്ക്സ് ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. പിന്നെ കോയകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാതിരിക്കുകയോ പറയുകയാണ്. ഞാൻ ഇവിടെ ചേർന്നൊരു ഭാഗമാണ്. ബ്രാഞ്ച് പേരാണ്. ഇത്രമാത്രം അവർ വളരെ ഭംഗിയായതിനെ ഒരു സംഗീതത്തിന്റെ അതോടൊപ്പം തന്നെ എല്ലാ ബോധവും എന്ത് സപ്പോർട്ടുമായിട്ടും കൂടെ എപ്പോഴും തന്നെ കൊണ്ട് ആ ശുശ്രൂഷ നിർവഹിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് പ്രവർത്തിച്ച വിജയസാറ് നമ്മുടെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ പേര് പറഞ്ഞാൽ എല്ലാവരെയും പറയണം. എല്ലാവരും പൂർണ്ണ സമയം എല്ലാ സപ്പോർട്ടോടും കൂടി ഇവിടെയുണ്ട്. ഇവിടെ ധാരാളം അച്ഛന്മാര് രാവിലെ സെഷനൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പറയേണ്ടതായിരുന്നു അച്ഛന്മാരെല്ലാം പോയെന്നാണോ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് പറയുന്നത് ക്ഷണിക്കുക. അച്ഛന്മാരോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. വിജയകരമായിട്ടുള്ള ഭക്ഷണം ലാഭേച്ഛ ഉണ്ടാകുന്ന ചെയ്ത മാർക്സ് കേൾപ്പിക്കുന്നതിനുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. പിന്നെ ഞങ്ങളുടെ സെക്ഷൻ ജെയിംസ് നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ ഇടയ്ക്ക് വിട്ടുപോയതാണ് ശിവരാത്രിക്കൊപ്പം തന്നെ പറയേണ്ടതായിരുന്നു. ട്രസ്റ്റി മിസ്റ്റർ ജിക്കോല മറ്റു ഭാരവാഹികളെല്ലാവരെയും പള്ളികളുമായിട്ടുള്ള ദേവാലയം നമുക്ക് എന്ത് സപ്പോർട്ടും താക്കോലെ വെച്ചിരിക്കുകയാണോ പറഞ്ഞത് അത്തരത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നന്ദി രേഖപ്പെടുത്തട്ടെ. പിന്നെ ജെൻസി കുടുംബത്തിലെ ഫ്രാൻസിസ് പഠിച്ചവരോട് എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. പിന്നെ ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്കാണ് ഇതിന്റെ ശക്തി കാരണം ഇതിലൂടെയാണ് നമ്മൾ വളരുന്നത്. നമുക്ക് ഈ വചനവുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകാം. ആരുടെയെങ്കിലും ക്ഷണിക്കണം. ഇതിനെ മാറ്റുന്നില്ല. എപ്പോഴും ചിരിക്കുന്ന മുഖവുമായിട്ട് എപ്പോഴും കൂടെയുള്ള എല്ലാവരോടും നന്ദി ഈ സമയത്ത് ക്ഷണിക്കണേ. ഞങ്ങളുടെ ട്രഷറായിട്ടുള്ള ചെറിയായിട്ടുണ്ട്. നന്ദി രേഖപ്പെടുത്തുന്ന എല്ലാവരോടും നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ സ്നേഹമുള്ള ചെറിയാൻ സാറ് ഈ ചിത്രത്തിലേക്കും ഇല്ലാതെ ഇതിലേക്ക് മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. ഇന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ പ്രോഗ്രാം പ്ലാൻ ചെയ്ത അവസരത്തിൽ മുതൽ ഇതിന്റെ പിന്നിലെ സാറിന് വലിയ സപ്പോർട്ടും നേതൃത്വവും ഉണ്ട്. സാറാണ് ഓരോ കാര്യങ്ങളിലും വളരെ വിശദമായി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അത് പാതിരാത്രിയാണെങ്കിലും ആ കമ്മ്യൂണിക്കേഷന് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ താമസിച്ചാലും പരിഭവമൊന്നുമില്ല. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഇത് ഭംഗിയായിട്ട് നടന്നതിന്റെ പിന്നിൽ സാറിന്റെ ഒരു വലിയ പ്രയത്നമുണ്ട്. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ താല്പര്യം. അങ്ങനെയുള്ളവരെ ദൈവമാണ് കൂടുതൽ മാനിക്കുന്നത്. സാറിന് നമുക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാറുണ്ട്. എല്ലാവരുമായിട്ട് ഞാനും സാറിനോട് ചേർന്ന എല്ലാ ഭംഗിയ വൈദികർക്കും പ്രിയപ്പെട്ടവർക്കും ക്ലാസ്സുകൾക്കും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സെഷൻസ് നമ്മൾ കേട്ടത്. അരമണിക്കൂർ നമ്മൾ മുമ്പോട്ട് പോയി. അതിൽ ഒത്തിരി അനുഭവപ്പെടാനായിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നിന്ന അവസരത്തിൽ അരമണിക്കൂർ മുമ്പോട്ട് പോയായിരുന്നു. അപ്പോൾ ഒരു ആദ്യം പറഞ്ഞു വീട്ടിൽ ചിലപ്പോൾ 3 മണിക്കും 2 മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അരമണിക്കൂർ മുമ്പോട്ട് പോയെന്നുള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് കാര്യവും കൂടെ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്താൽ എല്ലാം അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി ഈ ഇത്രയും ഭംഗിയായിട്ട് തീർക്കാനായിട്ട് ദൈവം സഹായിച്ചു. പ്രായമുള്ള ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴും അവർ ചൂടൊന്നും വയ്ക്കാതെ ഇരിക്കുന്നു. നിങ്ങളായിട്ട് ദൈവം മാനിക്കട്ടെ. പ്രൊഫസർ മേരി മാധുവിന്റെ സാലികശമയുടെ ഒക്കെ ഏറ്റവും കൺക്ലൂഡിംഗ് ആയിട്ടുള്ള മെസ്സേജ് വളരെ പ്രാക്ടിക്കലായിരുന്നു. അമ്മയിൽ നിന്ന് ലഭിച്ച ഭാരവാഹങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഹൃദയത്തിലേക്കാം. സജി സാറ് നമ്മുടെ വലിയ അംബാസഡറായിട്ട് പ്രവർത്തിക്കുന്നത് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പറ്റും. എല്ലാ കാര്യത്തിലും അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മാവേലിക്കരയിൽ നിന്ന് അദ്ദേഹം കടന്നു വന്നു. അടുത്ത നമ്മുടെ ആനുവൽ മീറ്റിംഗ് മാവേലിക്കരയിൽ വെച്ച് ജൂലൈ മാസം 12-ാം തീയതി അതിനുള്ള ക്രമീകരണം കഴിഞ്ഞ വർഷം തന്നെ അവരുടെ സാറിന്റെ നേതൃത്വത്തിൽ തുടങ്ങി. എല്ലാവരും ഡേറ്റ് നോട്ട് ചെയ്യുക. ജൂലൈ മാസം 12-ാം തീയതി മാവേലിക്കര മൊത്തം പള്ളിയിൽ വെച്ച് 69ാമത് ഓക്സിലറി ആനുവൽ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു വരുവാനായിട്ട്
ബിനു കൊച്ചുമ, നമ്മുടെ തൊടുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ബിനു പുഴുവച്ചൻ്റെ അച്ഛൻ്റെ വൈഫാണ്. തിയോളജിയൊക്കെ പഠിച്ച് ശുശ്രൂഷയിൽ വളരെ ആത്മീയ നേതൃത്വം നൽകുന്ന കൊച്ചുമയാണ്. തൊടുപുഴ ബ്രാഞ്ചിന് ശക്തമായ നേതൃത്വം നൽകുന്നു. കൊച്ചുമ സമാധാന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഈ അവസരത്തിൽ സ്നേഹമുള്ള ജോലിയച്ചനും ബിനുവച്ചനും പ്രശാന്ത് സാർ ദയവായി മുമ്പോട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേദിയിലേക്ക് കടന്നു വരണമെന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ബിനുവച്ചനും കടന്നു വന്നാട്ടെ. അതിനുശേഷം സ്നേഹമുള്ള ജോസിയുമായി അച്ഛൻ ആശീർവദിച്ച് നമ്മുടെ മീറ്റിംഗ് സന്തോഷത്തോടെ പര്യവസാനിക്കുന്നു. എല്ലാവർക്കും ചെറിയ റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കുറച്ച് ആളുകൾ നേരത്തെ പോയി, അതുകൊണ്ട് നമുക്ക് അതിൽ വളരെ ആക്റ്റീവായിട്ട് അതിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മിക്കും. അച്ഛന്മാരെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നത്തിനുമായ ഞങ്ങളുടെ ദൈവമേ, ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നിദാനമായി നൽകുന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് പല ദേശത്തായിരുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ദൈവാലയത്തിൽ കടന്നു വന്ന് കർത്താവെ ദൈവവചനം പഠിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി തന്ന വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, മേരി ട്രാൻസ്ലേഷൻ ഫെലോഷിപ്പിന്റെ 2ാമത്തെ മീറ്റിംഗ് നടത്തുവാനായിട്ട് കർത്താവെ ലീഡിലാക്കി തന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത്രത്തോളം നീ കൂടെ ഇന്ന് അനുഗ്രഹിച്ച് വഴി നടത്തിയതിനായിട്ട് സ്തോത്രം. അതിന്റെ കർത്താവെ നേതൃത്വം നൽകുന്ന അച്ഛനെ, കർത്താവെ, മറ്റു ഭാരവാഹികളെ എല്ലാവരും നിന്റെ കരങ്ങളിൽ അർപ്പിക്കുകയാണ്. നിന്റെ മക്കളെ വേണ്ടുന്ന എല്ലാ കൃപകളാലും അത് കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് കാണുന്ന എല്ലാവരെയും ഓരോരുത്തരെയും പേരുപേരായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിന്റെ സംരക്ഷകരായി സ്ത്രീകളായ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ. പലപ്പോഴും ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട് കർത്താവെ, അതൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കേട്ട വചനം പോലെ വിശ്വാസം വാക്കല്ല കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ അത് പകർന്നു കൊടുക്കുവാൻ അമ്മമാരായ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും നിന്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെയൊക്കെ മടക്കി യാത്രയുടെ കൃപ കൂടെ ഇരിക്കണമേ. നേതൃത്വം നൽകിയ എല്ലാവരെയും ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകരെയും ബഹുമാനപ്പെട്ട അച്ഛനെ അച്ഛന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഈ ദേവാലയത്തിലെ കർത്താവെ, ഞങ്ങൾ കടന്നു വരുവാൻ ഇതിന് സാഹചര്യം ഒരുക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണേ. കടന്നു വന്ന എല്ലാ വൈദിക സുരക്ഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവ്